ഞാൻ റബിയത്ത് PM, നിലവിൽ കാർബൺ ഗുരുകുലത്തിലെ മെയിൻസ് കഴിഞ്ഞ് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യം +2 മെയിൻസ് എഴുതിയപ്പോൾ എനിക്ക് 69% പ്രത്യേകിച്ച് അത്ഭുതമില്ല എന്നാൽ വലിയ നിരാശയില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞാൻ അതിനുവേണ്ടി അത്ര അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തിട്ടും ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പഠിപ്പിച്ച ശരത് സർ എന്നെ വിളിച്ചു മെയിൻസ് കഴിഞ്ഞിട്ട്. എന്നിട്ട് സാറ് ചോദിച്ചു, റബിയത്ത് എന്താണ് എൻ്റെ പരിപാടി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ, ഇവിടെ മെയിൻസ് കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ബോർഡ് എക്സാമാണ്, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ശരത് സർ പറഞ്ഞു, എന്നാൽ ഈ ഇങ്ങോട്ടേക്ക് പോരി, ഈ കാർബൺക്ക് പോരിട്ട് ഇവിടെ ഇരുന്നിട്ട് പഠിക്കാം, എന്തായാലും ഒരു 2 മാസം ഇവിടെ വന്ന് ഇരുന്ന് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സെഷൻ എഴുതിയതിനു ശേഷം കാർബണിൽ ഇരുന്നത്. അപ്പോൾ ഒരു മാസം 2 മാസം ഞാൻ കാർബണിൽ ഇരുന്നു. എന്നിട്ട് സെഷൻ 2 എഴുതിയപ്പോൾ എനിക്കൊരു 85% കിട്ടി. 85 ഒക്കെ അല്ലേ ഉള്ളൂ, വേണ്ട ഇനി ഇത് നിർത്താം, എൻട്രൻസ് ഒന്നും വേണ്ട, ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് എഴുതി കീമോ എഴുതി ഏതെങ്കിലുമൊക്കെ കോളേജിൽ കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ എക്സാമിന് എഴുതുമ്പോഴാണ് ശരത് സർ അടുത്ത കോൾ വിളിച്ചത്, റബിയത്ത് എന്താ പരിപാടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ നോക്കുകയാണ്, എൻട്രൻസ് ഇനി എഴുതാൻ താല്പര്യമില്ല, എഴുതണോ അങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, എനിക്കിപ്പോൾ എത്ര % ചോദിച്ചു. എന്നിട്ട് സാർ പറഞ്ഞു, ഈ ഇവിടെ വന്ന എനിക്ക് 99% അഷ്വറൻസ് ഗ്യാരണ്ടി ആണ് എന്ന്. പിന്നെ രണ്ടാമത് കാർബണിൽ എനിക്കൊരു പുനർജന്മം പോലെയായിരുന്നു. ഒന്നും അറിയാത്ത ഞാൻ ഒന്നും 0 ആണെന്ന് മനസ്സിലാക്കി ABCD ഞാൻ പഠിച്ചു തുടങ്ങി. അതിനൊത്തുള്ള കാർബൺ സിസ്റ്റവും കംപ്ലീറ്റ്ലി ഓർത്തഡോക്സ് വേ അങ്ങനെ പഠിച്ചു. ഫിസിക്സും മാത്സും ഒക്കെ ഒരു സെറ്റായി വരും, പക്ഷെ അപ്പോഴും എനിക്ക് കെമിസ്ട്രി എൻ്റെ ഭയങ്കര വീക്കായിരുന്നു. അങ്ങനെ കെമിസ്ട്രി എന്ത് ചെയ്യണം അറിയണില്ല, എങ്ങനെ എഴുതിയിട്ടും എങ്ങനെ പഠിച്ചിട്ടും കാര്യം ഉണ്ടാവണില്ല. എനിക്ക് എക്സാമിൽ നല്ല മാർക്ക് കുറയാണ്. അങ്ങനെ സാറന്മാരൊക്കെ പറഞ്ഞു, സാറന്മാർക്ക് ആകെ ടെൻഷനാണ്, പഠിക്കണില്ലല്ലോ, കെമിസ്ട്രി പഠിക്കണില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയിട്ടും കെമിസ്ട്രി ഇല്ല, മാർക്കില്ല. അങ്ങനെ ഒടുവിൽ സാറ് പറഞ്ഞു, എന്താ കാട്ടണ കെമിസ്ട്രി അറിയില്ല. അങ്ങനെ എനിക്കും ടെൻഷനായി, സങ്കടങ്ങളായി. അപ്പോഴും സാറന്മാരിങ്ങനെ വന്നു, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും കെമിസ്ട്രി, നോക്കി. അങ്ങനെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഡിസംബറിൽ ഇവിടെ എക്സാമിൽ വരെ ഞാൻ കെമിസ്ട്രി ഡൗൺ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയാതിരുന്നു. പിന്നെ കാർബണിൽ ഞങ്ങൾക്കൊരു ഏറ്റവും വലിയ ഓപ്ഷൻ പറഞ്ഞാൽ ഇവിടെ അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഏത് ചാപ്റ്ററിനാണെങ്കിലും എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു ചാപ്റ്ററിന് ഞാൻ മിനിമം 500 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ മെയിൻസ് റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് 99% കിട്ടി. എൻ്റെ ഡ്രീമായിരുന്നു 99%. ഫസ്റ്റ് ഞാൻ കിട്ടൂല എന്ന് പ്രതീക്ഷിച്ച ഒരു %, പിന്നെ എനിക്കൊരു ഡ്രീമായി കാർബൺ വന്നപ്പോൾ. ഇപ്പോൾ ഞാനത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ സ്റ്റോപ്പ് ചെയ്യണില്ല, 100%ലാണ് ടാർഗറ്റ് വരും. എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് പോലില്ല. IIT എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം സ്വപ്നം കാണുന്ന പോലെ ആയിരുന്നു. IIT അത് കാര്യക്കുള്ള ഞാൻ ഏത് കോളേജാണ്, TKM ആണോ, അത് പോരെ, ആ ഒരു മനസ്സിൽ വിചാരിച്ചിരുന്ന ആളാണ്. പിന്നെ പതുക്കെ ഒരു സ്വപ്നം, ഒരു NIT കിട്ടുന്നുണ്ടാവൂലേ, അങ്ങനെയായി. പിന്നെ ഞാൻ NIT കിട്ടണമെങ്കിൽ നമുക്കൊന്ന് IIT നോക്കിയാലോ, IIT വേണോ, ആ ഒരു ചിന്തയായി. അതിൽ കാർബൺ വന്നോടെ ഞാനൊരു ഡിസിഷൻ എടുത്തു. ആ ദിവസം ഞാൻ ഉറപ്പിച്ചു, ഞാൻ IITയിൽ പോവും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്ത് ഹാർഡ് വർക്കും ചെയ്യും. കാരണം അത് എൻ്റെ ഗെയിനാണ്, അത് എൻ്റെ ലൈഫാണ്. എൻ്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിച്ചു എന്നുള്ളതാണ് കാർബൺ എനിക്ക് തന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. എനിക്ക് എക്സാം സെൻറ്ററിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. കാരണം ക്വസ്റ്റ്യൻസ് കാർബണിൽ ഞാൻ കണ്ടത് തന്നെയാണ്. പിന്നെ അത് അറ്റൻഡ് ചെയ്യുക, എത്ര ഫാസ്റ്റ് അറ്റൻഡ് ചെയ്യണോ അതിനനുസരിച്ച് എൻ്റെ മാർക്ക് കൂടുന്ന എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആയതായിട്ട് എനിക്ക് ഓർമ്മയില്ല, എല്ലാം ചെയ്തു. എൻ്റെ ടൈം ഞാൻ മാനേജ് ചെയ്തു, അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വരുന്ന ദിവസങ്ങളൊക്കെ ഒരു ടെൻഷൻ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ റിസൾട്ട് വരുന്നതെന്ന് ഞാൻ കിടക്കായിരുന്നു. അവിടെ തന്നെ വിളിച്ചിട്ടാണ് സാർ റിസൾട്ട് ഇങ്ങനെ ഒരു ഫോണിൽ കാണിച്ചത്. അത് കണ്ടപ്പോൾ ഉള്ളിൽ എന്താന്ന് അറിയാത്തൊരു സന്തോഷമായിട്ട് പൊട്ടി. പിന്നെ എൻ്റെ മുഖത്തുള്ള ഒരു ചിരിയുണ്ട്, ആ ചിരി ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇത്ര സ്കോർ ചെയ്തു, ഞാൻ ഇവിടെ എത്തി. ഇപ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഇതിനേക്കാളും മൂവ് ചെയ്യാൻ പറ്റും. കാർബണായിട്ട് കൂടെ നിന്ന് പോയാൽ മതി, ഈ സിസ്റ്റം ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി, എങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടും. ഇവിടെ എനിക്ക് ഫിസിക്സ് എടുത്തതൊക്കെ ഒറ്റ സാറാണ്, കെമിസ്ട്രി എടുത്തത് ഒരേ ഒരു സാറാണ്, മാത്സ് എടുത്തത് ഒരേ ഒരു സാറാണ്. ഈ സാറുമാർ തമ്മിൽ ഫിസിക്സിനായിട്ട് എനിക്കൊരു ഫിസിക്സ് ബോണ്ട് ഉണ്ടായിരുന്നു, കെമിസ്ട്രി സാറായിട്ടൊരു കെമിക്കൽ ബോണ്ട് ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്സിൻ്റെ സാറായിട്ടൊരു മാത്തമാറ്റിക്കൽ ബോണ്ട് ഉണ്ടായിരുന്നു. ഈ ബോണ്ടാണ് എന്നെ ഇവിടത്തേക്ക് എത്തിച്ചത് എനിക്ക് ഷുവറാണ്. കാരണം
ഓരോ വിഷയത്തിലും എൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ അതിൽ വരുന്ന ഒരു അപ്പ് ഡൗണ്, ഒരു അപ്പ് സ്പോട്ട് ചെയ്യും. അടുത്ത നിമിഷം എനിക്ക് വിളിച്ചിട്ട് എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ മിസ്റ്റേക്ക് എന്താണ്, ഞാൻ എന്താണ് പുതുതായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ചെയ്തതിൽ ഏറ്റവും വെല്ലായിട്ടുള്ള കാര്യം എന്താണ്, അത് സ്പോട്ടിൽ പറഞ്ഞുതരും. ഒരു നിമിഷം പോലും വൈകാടെ അവരത് പറഞ്ഞുതരും. നെക്സ്റ്റ് എക്സാമിന് എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാർബൺ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു 100-ലേറെ എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു 6 മാസത്തെ കാലയളവിൻ്റെ ഉള്ളിൽ 100-100-നേക്കാളൊക്കെ കുറേ എഴുതിയിട്ടുണ്ടാവും. അത്ര എക്സാമിലൂടെ ഓരോ എക്സാം കഴിയുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വരികയായിരുന്നു. കാരണം എക്സാം എന്നുള്ളത് എനിക്കൊരു ചാലഞ്ച് അല്ല. ഉറക്കത്തിൽ വിളിച്ചിട്ട് എടാ ഒരു എക്സാം ഉണ്ട്, ഓക്കെ എഴുതാം പേപ്പർ, അങ്ങനെ ഒരു മൂഡിലേക്ക് ഒരു എന്നെ ആകുമ്പോഴത്തേക്ക് കാർബൺ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയണേ, നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിച്ച് കേട്ടിട്ടുണ്ടാവും, ഓരൊക്കെ ടോപ്പായിരിക്കും. ഇപ്പോൾ കാർബണെ പറ്റി കൂടുതൽ അറിയണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ 6 മാസം കൊണ്ട് എന്നെ കൾച്ചർ ചെയ്തെടുത്ത ഒരു ചേഞ്ച് വെച്ചിട്ട് ഞാൻ പറയണേ, കാർബണേക്കാൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അറിവിൽ ഇല്ല. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഒരു മെത്തഡോളജി തന്നെ ഡിഫറെൻ്റ് ആണ്, ഒരു യുണീക്ക് മെത്തഡോളജിയാണ്. കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു മെത്തഡോളജി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. കാരണം 6 മാസം കൊണ്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് ചേഞ്ച് എന്നിൽ ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലില്ല. അത്രയും വലിയൊരു ചേഞ്ചാണ് കാർബൺ എനിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. സെഷൻ 1 പോയവർക്ക് സെഷൻ 2 ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സ്ട്രെങ്ത്തിൽ നിൽക്കുക. നിങ്ങൾ കാർബണിക്ക് പോരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻ്റ് ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും കാർബണിൽ.